അഭിമന്യ കടറങ്ങാട്ട് പിതാവായി, സ്രാമ്പിക്കൽ പിതാവേ, എൻ്റെ ഗുരുനാഥനായ കുനമാക്കിലച്ഛൻ, വേദിയിലിരിക്കുന്ന എൻ്റെ മറ്റു ഗുരുനാഥന്മാർ, ഇംഗ്ലീഷ് അധ്യാപകൻ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, വന്യവൈദികർ, വിശ്വാസികളെ, പ്രൊഫസേഴ്സായിട്ടുള്ള പണ്ഡിതരുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിറയലോടെ ഒരു സെമിനാർ അവതരിപ്പിക്കുന്ന വിധമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും പണ്ഡിതരാണ്, ഇതിലൊക്കെ അറിവുള്ള ആളുകളാണ്. എങ്കിലും കൂനമാക്കിലച്ഛനും മണിയാട്ടച്ഛനും രാജു അച്ഛനും ഒക്കെ പകർന്നു തന്ന ജ്ഞാനത്തിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഈ പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. ഏത് ഭാഷയിൽ വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ജോബി അച്ഛനും സെബാസ്റ്റ്യൻ അച്ഛനും പറഞ്ഞത് മലയാളത്തിൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ ഇത് 30 മിനിറ്റാണ് എനിക്ക് സമയം. അതിൽ 20 മിനിറ്റ് എൻ്റെ പ്രബന്ധം, 10 മിനിറ്റ് ചോദ്യം, അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുഴുപ്പിലച്ഛൻ പറഞ്ഞു നിർത്തിയ ഇക്കോ തിയോളജിയുടെ 21-ാം നൂറ്റാണ്ടിൻ്റെ ലളിതമായിട്ടുള്ള ഒരു സിമിലി അല്ലെങ്കിൽ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഒരു സ്ഥലം മേടിക്കണമെന്ന് വിചാരിക്കുക. നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവുകയാണ്. സ്ഥലം മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിനോദയാത്ര പോകുന്നു, ഒരു സ്ഥലം നമ്മൾ ഇഷ്ടപ്പെട്ട് പോവുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമ്മൾ എന്താ നോക്കുക? കോലാഹലങ്ങളില്ലാത്ത സമാധാനപരമായൊരു സ്ഥലം കിട്ടിയാൽ ഒരു വീട് വയ്ക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നും ബഹളവും വഴക്കും ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും പോയി ഒരു വീടും വയ്ക്കില്ല. ഒരു ശാന്തസുന്ദരമായ കോലാഹലങ്ങളില്ലാത്തൊരു സ്ഥലം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും. 2, അവിടെ എന്തൊക്കെയോ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം നമ്മൾ വാങ്ങില്ല. പ്രകൃതിയോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു സുഗന്ധമുണ്ടെങ്കിൽ നന്നായി. എവിടെയെങ്കിലും ഒരു സ്ഥലം നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അവിടെ ഒരു സുഗന്ധമുണ്ടെങ്കിൽ ഇത് നന്നായല്ലോ എന്ന് നമ്മൾ പറയും. പ്രകൃതിയുടെ സുഗന്ധമുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും ഇങ്ങനെ ഒരു സ്ഥലമാണ് എനിക്ക് വേണ്ടതെന്ന്. 3, നമ്മളൊരു ഭവനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും അത്യാവശ്യം നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള നല്ല എനർജിയുള്ള സ്ഥലമായിരിക്കണമെന്ന്. ഇത് പ്രകൃതിയിലേക്ക് കടക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആഗ്രഹമാണ്. പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. 4-ാം നൂറ്റാണ്ടിലെ സുറിയാനിക്കാരൻ അപ്രേമനെ എന്ത് വിവരിക്കുമ്പോഴും ഈ 3 കാര്യങ്ങളുള്ളിലുണ്ട്. അത് പിതാവിനെ പറഞ്ഞാലും പുത്രനെ പറഞ്ഞാലും പരിശുദ്ധാത്മാവിനെ പറഞ്ഞാലും പറുദീസായെ പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിനെ പറഞ്ഞാലും ഈ 3 ഘടകങ്ങൾ, 3 ഡിസ്റ്റിങ്ക്റ്റീവ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റീവ് വെർച്യൂസ് എന്ന് എനിക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ട് ഇതിനെ. ഒന്നാമത്തേത് കോലാഹലങ്ങളില്ലാത്ത പ്രശാന്തമായ സ്ഥലം. അത് പറുദീസയായാലും മനുഷ്യ മനസ്സായാലും. നിസിബിൻ ഹിം 41-ൽ സാത്താൻ്റെ ഒരു ആത്മകഥം അപ്രയം പാടുന്നുണ്ട്. അത് സുറിയാനിയിൽ ഇങ്ങനെയാ: റൗബദ് സഗ്ഗിയേ സൈനാവാലി റൗബദ് അമ്മ ഹാദേവീദ്. റൗബ എന്ന വാക്ക് ക്ലാമർ, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ. അതാണ് സാത്താൻ പറയാം എൻ്റെ പടച്ചട്ട, എൻ്റെ വെപ്പൺ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പടച്ചട്ട, എൻ്റെ ആയുധം കലഹങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്, കോലാഹലങ്ങളാണ്. റൗബദ് അമ്മ, ജനങ്ങളുടെ ഇടയിലെ കലഹമുണ്ടാക്കിയാൽ ഹാദേവീത്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് സാത്താൻ്റെ ആത്മകഥമായി നിസിബിൻ ഹിം 41-ൽ അപ്രയം പാടും. അതുകൊണ്ട് അപ്രയം പ്രശാന്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ശാന്തതയെക്കുറിച്ച് പറയുമ്പോൾ 3 വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കും. കാരണം സമാധാനപരമായ ഒരു കാര്യം നടക്കുന്നതിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കോലാഹലങ്ങൾ ഉണ്ടാക്കിയാൽ സാത്താൻ്റെ കാര്യങ്ങൾ എളുപ്പമായി എന്ന് അപ്രയം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് സാത്താൻ്റെ തന്ത്രമായതുകൊണ്ട് അപ്രേമിൻ്റെ മദ്രസകളായാലും മേമ്രകളായാലും 3 വാക്കുകൾ, ഷീനിൽ ആരംഭിക്കുന്ന 3 വാക്കുകൾ: ഷൈന, സ്ലാമ, ശില്യ. ഷൈന ട്രാങ്ക്വിലിറ്റി, സ്ലാമ പീസ് സമാധാനം, ശില്യ സൈലൻസ് കാംനെസ് സ്റ്റിൽനെസ്. അങ്ങനെയുള്ള സ്ഥലമായിരിക്കണം. പറുദീസയെക്കുറിച്ച് വിവരിക്കുമ്പോഴും മനസ്സിനെ കുറിച്ച് വിവരിക്കുമ്പോഴും അതുണ്ടായിരിക്കും. പിതാവിനെ കുറിച്ച് പറയുമ്പോഴും സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും അതുണ്ടായിരിക്കും. ഇതിൽ അവസാനത്തെ വാക്ക് ഏറ്റവും അധികം പ്രയോഗിച്ചിട്ടുള്ള വാക്കാണ് ശില്യ. ഹിം ഓൺ ഫെയ്ത്ത് 82 ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ: കർത്താവേ, നിന്റെ വായുടെ നിശബ്ദത കൊണ്ട്, ശില്യ ദ പൂമ, വായുടെ നിശബ്ദത കൊണ്ട് എന്നെ പഠിപ്പിക്കണമേ. നിശബ്ദത കൊണ്ട് പഠിപ്പിക്കുന്ന ആ ജ്ഞാനം എനിക്ക് പകരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കുന്നത്. കോലാഹലങ്ങളില്ലാതെ
മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുമ്പോൾ ഇഹലോകത്തിൽ പറുദീസ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ വാഗ്ദാനം എങ്ങനെയാ? സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 15:27 യോഹന്നാൻ. രണ്ടാമത് കാണാം, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. സമാധാനം, കാംനെസ്, സ്റ്റിൽനെസ് മനസ്സിൻ്റെ ആ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്നതാണ്. മനസ്സിൻ്റെ സൗന്ദര്യം പറുദീസ, അതായത് ഹിംസ് ഓൺ പാരഡൈസ് എന്ന ആ ഒരു ഗീതം മുഴുവൻ വായിക്കുമ്പോൾ കാണാം ഈ സ്റ്റിൽനെസ്സിൻ്റെ, ഈ കാംനെസ്സിൻ്റെ സൗന്ദര്യം നമുക്കവിടെ കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൽ. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത് നമുക്ക് നോക്കിയാൽ നമ്മൾ പറഞ്ഞത് നമുക്കവിടെ ഒരു സുഗന്ധം ഉണ്ടായിരിക്കണം. ഒരു സുഗന്ധമുള്ള ഇടത്ത് നമുക്ക് പോകാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ദുർഗന്ധമില്ലാത്ത പ്രസന്നഗന്ധമുള്ള സ്ഥലം. അപ്രയം ഉപയോഗിക്കുന്ന പദം റൈഹ ദ ഹയൂഥ, ഫ്രേഗ്രൻസ് ഓഫ് ലൈഫ്. ഫ്രേഗ്രൻസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് അപ്രയം എപ്പോഴും എടുത്ത് പാടുന്നത് കാണാം. അത് നിറയെ പദ്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹിംസിൽ കാണാം. നിസിബിൻ ഹിംസ് 39:50, ഹിംസ് ഓൺ പാരഡൈസ്, ഹിംസ് ഓൺ വെർജിനിറ്റി, ഇതിലെല്ലാം വ്യക്തമായിട്ട് കാണാം. എന്താണ് അപ്രയം ഇങ്ങനെ പറയുന്നത്? എന്താണ് ഈ ഹൃദയത്തിൻ്റെ സുഗന്ധം? പറുദീസായിലെ സുഗന്ധം, സ്വർഗത്തിലെ സുഗന്ധം, പുത്രന്റെ സുഗന്ധം, ഇതൊക്കെ ഉപയോഗിക്കുന്നതാ. അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെല്ലാം കുർബാന ചെയ്യുന്നതാണ് അധ്യായി മാറി. അത് ഒരുപക്ഷെ നമ്മൾ സംശയിച്ചു പോകും. ഹിംസ് ഓൺ പാരഡൈസിൻ്റെ 11ഉം ഹിംസ് ഓൺ വെർജിനിറ്റി 11ഉം കൂട്ടിച്ചേർത്തിട്ടാണോ മുദ്രയിടലിൻ്റെയും അപ്പം മുറിക്കുന്നതിൻ്റെയും ഭാഗമുണ്ട് നമ്മുടെ അധ്യായി മാറി കുർബാനയിൽ. അതിലൊരു പ്രാർത്ഥന, ഫസ്റ്റ് പ്രയർ എങ്ങനെ ആരംഭിക്കുക? എന്നിട്ട് പറയുന്നു ഇങ്ങനെയാ പറയാ, സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, നല്ലതാക്കുക. എന്താ നല്ലതാക്കണ്ടെന്നറിയോ? റൈഹദ് തമ്മൂത്തൻ. റൈഹ സ്മെൽ, എന്തിന്റെ? തമ്മൂത്തൻ, നമ്മുടെ അശുദ്ധതയുടെ, ഇംപ്യൂരിറ്റിയുടെ, ഡിപ്രേവിറ്റി, വഷളത്വത്തിന്റെ ദുർഗന്ധം ഉണ്ടല്ലോ. ഈ ദുർഗന്ധത്തെ, അതിന് റൈഹ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്, ഫ്രേഗ്രൻസ് ആണ്. അതിന്റെ ലൈഫിനെ കുറിച്ചാണ് അപ്രയം പറയുക. റൈഹ യൂത്ത്, ഫ്രേഗ്രൻസ് ഓഫ് ലൈഫ്. അപ്പോ അവിടെ എന്തുകൊണ്ട് ഇത് മാറ്റണമെന്നാ പറയണെന്നറിയോ? പ്രയർ ബ്രൈഹ, വീണ്ടും സ്മെൽ, ബഹന്നീയ, സുഗന്ധം ഉണ്ടാവണം. എന്ത് സുഗന്ധമാണ് വേണ്ടതെന്ന് പ്രയർ പറയുന്നു? സ്നേഹത്തിന്റെ പരിമളം കൊണ്ട് ഈ വഷളത്വത്തെ നീക്കണമെന്നാ പറയുന്നത്. അവിടെയാണ് സ്വർഗം, അവിടെയാണ് പുത്രന്റെ സുഗന്ധം, അവിടെയാണ് ത്രിത്വം ആവസിക്കുക. നമുക്കിവിടെ അപ്രയം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അപ്രയം ഒരു സ്ഥലമായാലും മനസ്സായാലും സുഗന്ധപൂരിതമാകണമെന്ന് പറയുന്നത്? അപ്രയം ഹിംസ് ഓൺ നേറ്റിവിറ്റി 15 പറയുകയാണ്, ദിവ്യ അനുഗ്രഹങ്ങളുടെ വാഹകരാണ് സുഗന്ധം. ദിവ്യ അനുഗ്രഹങ്ങളുടെ വാഹകരാണ് സുഗന്ധം. ദൈവത്തെ അനുഭവിച്ചറിയാൻ സുഗന്ധം കൂടെ വഴിയൊരുക്കും. ഹിംസ് ഓൺ ഫെയ്ത്തിലും ഹിംസ് ഓൺ വെർജിനിറ്റിയിലും ഒക്കെ നമ്മൾ കാണാം ദൈവത്തെ അനുഭവിച്ചറിയാൻ സുഗന്ധം. അതുകൊണ്ടാണ് നമുക്ക് ധൂപ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ധൂപത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ശുശ്രൂഷ ഇങ്ങനെ പുരോഗമിക്കുക. കാരണം എന്താ? ദൈവത്തെ അനുഭവിച്ചറിയുന്നത് സുഗന്ധം വഴി കൂടെയാണെന്ന് അപ്രയം പഠിപ്പിക്കുന്നു. പറുദീസ ഗീതങ്ങൾ വായിച്ചാലോ സുഗന്ധത്തിന്റെ ഒരു വലിയ ശൃംഖല തന്നെ കാണാൻ പ്രയോഗിക്കുന്നത്. സുഗന്ധങ്ങളുടെ കലവറയാണ് പറുദീസ. ഹിംസ് ഓൺ പാരഡൈസ് 11. സുഗന്ധവർഗങ്ങളുടെ നിധിയാണ് പറുദീസ. എങ്ങനെയാണ് അപ്രയം ഇതിലേക്ക് എത്തിയത്? അച്ഛൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ നിന്ന്, കുഴുപ്പിലച്ഛൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ നിന്നാണ് എല്ലാ വ്യാഖ്യാനവും. എഫേസ്യർ 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിനെന്ന വാക്കാണ് അദ്ദേഹത്തെ ആകർഷിച്ചതെന്ന് സൂസൻ നാഷ്ലി ബ്രൂക്കിന്റെ ലേഖനം പഠിപ്പിക്കുകയാണ്. രണ്ടാമതൊരു വാചകം കൂടെ അപ്രേമെ ആകർഷിച്ചത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞാൻ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. 2 കൊരിന്ത്യർ 2
15. എവിടെ സുഗന്ധം നിലനിൽക്കുന്നുവോ അവിടെ പറുദീസയായി മാറും. അതൊരു സ്ഥലമായാലും മനസ്സായാലും ദൈവാലയമായാലും എന്ന് അപ്രയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 വിഷയങ്ങൾ കഴിഞ്ഞു. 3-ാമത്തെ വിഷയം, പ്രകാശം ഉണ്ടായിരിക്കണം. പ്രകാശമില്ലാത്ത സ്ഥലം, ഇരുട്ട് പിടിച്ച സ്ഥലം ആർക്കും ഇഷ്ടമില്ല. പള്ളിയായാലും ശരി, വീടായാലും ശരി, മനസ്സായാലും ശരി. ദൈവം പ്രകാശമാണ്, അവനിൽ അന്ധകാരമില്ല. 1 യോഹന്നാൻ 1:5. ഈശോ പ്രകാശമാണെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 8:12. ഈ 2 വാചകങ്ങളെ അടിസ്ഥാനമാക്കിയാണത്രേ അപ്രയം പാടുന്നത്. റോബ് ഓഫ് ഗ്ലോറി, ഇതൊക്കെ റോബ് ഓഫ് ഗ്ലോറിക്ക് അപ്രയം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അദ്ദേഹം തന്നെ പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് റോബ് ഓഫ് ലൈറ്റ്. അതുപോലെ റേസ് ഓഫ് ഗ്ലോറി, റേസ് ഓഫ് ഗ്ലോറി. എവിടെ പ്രകാശമുണ്ടോ ആ പ്രകാശം അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാം, ത്രിത്വ സാന്നിധ്യം അനുഭവിക്കാം നമുക്ക് കഴിയുമെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്രയം പാടുമ്പോൾ പറുദീസയായാലും മനുഷ്യ മനസ്സായാലും മനുഷ്യന്റെ ചിന്തകളായാലും അവനിൽ അവിടെ പ്രകാശമുണ്ടാകണമെന്ന് അപ്രയം നിഷ്കർഷിച്ച് പറയും. അത് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ, പുത്രനെ കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ഏത് ദൈവശാസ്ത്രത്തിന്റെ മൂലകൾ പരിശോധിച്ചാലും ഈ 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഹിംസ് ഓൺ എപ്പിഫാനി, അത് അദ്ദേഹത്തിന്റെ ഒരു ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ യാദർച്ഛികമായി കണ്ടുമുട്ടിയ 2 വരികൾ ഇങ്ങനെയാണ്. അതെങ്ങനെയാ പാടുക? ദൻസഹ് ബുഹ്റ ഹബ്ലേ ഹിഷ്ക ഹം അം ഈശോഹ വസ്ക നുഹ്റ അം നഹീറാൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൻസഹ് ബുഹ്റ, ആദ്യജാതൻ വിജയിച്ചിരിക്കുന്നു. എന്തിന്റെ മുകളിലാണ്? ഹാബ്ലേ ഹിഷ്ക അം ഹിശോഹ, അന്ധകാരാത്മാവിനോടുകൂടെ അന്ധകാരത്തിന്മേൽ വിജയം വരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? വസ്കാൽ നുഹ്റാൻ, നമുക്കുള്ള വെളിച്ചം, നമ്മുടെ ചെറിയ വെളിച്ചാണ്. അവർ ലൈറ്റ് വസ്കാ നുഹ്റ അം നഹീറാൻ, പ്രകാശദാതാവിനോടുകൂടെ നമ്മുടെ ചെറിയ വെളിച്ചത്തിനെ കൂടുതൽ പ്രകാശഭരിതമാക്കിയിരിക്കുന്നു. അപ്രയം ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഷഫ്യൂഥ. സെബാസ്റ്റ്യൻ ബ്രോക്ക് ലുമിനസ് എഴുതി. ലുമിനസ്, ട്രാൻസ്പാരന്റ്, സെറിയൻ, പ്യുവർ എന്ന അർത്ഥത്തിൽ ഷഫ്യൂത്ത് നിബ്ബ, ട്രാൻസ്പാരന്റ് ഹാർട്ട്. ഇതൊക്കെ എന്താ ട്രാൻസ്പാരൻസിയുടെ പ്രത്യേകത? വെളിച്ചം കടന്നു പോകണം. വെളിച്ചമില്ലാതെ ട്രാൻസ്പാരൻസി തിരിച്ചറിയാൻ പറ്റില്ല. അത് അപ്രേമന് നന്നായിട്ട് അറിയാം. അത് ഷഫ്യൂത്ത് നിബ്ബ, ഷഫ്യൂത്ത് ഹൈന. കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ സകലവും പ്രകാശം കാണുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ. 3 കാര്യവും കഴിഞ്ഞു. ഉപസംഹാരത്തിലേക്ക് കടക്കാം. പ്രശാന്തത നൽകുന്ന, സുഗന്ധം പരത്തുന്ന, വെളിച്ചം നൽകുന്ന നാമമേത് എന്ന് അപ്രേമനോട് ചോദിച്ചാൽ അപ്രേം ഒറ്റ വാക്കേ പറയൂ, ഈശോവും ശീഹ. അതെങ്ങനെയാ പിതാവേ ഈശോവും ശീഹ ഇത്രയും വെളിച്ചം നൽകുന്ന പദമാവുന്നത്? അപ്രേമും ഹിംസ് ഓൺ നേറ്റിവിറ്റിയിൽ 26-ാമത്തെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈശോ എന്ന പദം എഴുതി തുടങ്ങുന്നത് യോദിലാണ്. യോദിന്റെ സുറിയാനി മൂല്യം 10 ആണ്. അപ്പറേം പറയാ ഈ 10 ഒരു പൂർണ്ണത ഉള്ള സംഖ്യ. കാരണം എന്താ? 1, 2, 3, 4, 10 വരെ എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോകണം പറയണമെങ്കിൽ ഒന്നിലേക്ക് തിരിച്ചു പോകണം. അപ്പോ ഈശോയുടെ നാമം തുടങ്ങുന്നത് 10 എന്ന മൂല്യത്തില, പൂർണ്ണത കൊണ്ടാണ് ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വരി ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിതാവ് പറയാണ്, ഈശോ മനുഷ്യപുത്രൻ എന്ന് പറയണമെങ്കിൽ അവന് ഭൂമിയിൽ ഒരു പിതാവ് വേണമല്ലോ. പിതാവിന്റെ പേര് യോസേഫ് എന്നാണ്. യോസേഫിന്റെ പേരും ആരംഭിക്കുന്നത് യോദിലാണ്. 2 വരി വായിച്ചു കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ട്രാൻസ്ലേഷനൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരിത് അപ്രയം പെട്ടിട്ടുണ്ട്. മറിയത്തിനാണ് പ്രാധാന്യം, മറിയത്തിന്റെ തുടക്കം മിമ്മിലാണല്ലോ എന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്രയം നമ്മുടെ മനസ്സിൽ പറയും, 3-ാമത്തെ വരി വായിക്കേ. 3-ാമത്തെ വരിയിൽ പറയുന്നു, ദൈവത്തിന്റെ ഇൻകാർണേഷൻ, മനുഷ്യാവതാരം പൂർണ്ണമാകുന്നത് മറിയത്തിലായതിനാൽ മറിയത്തിന്റെ വാചകം അല്ലെങ്കിൽ മറിയത്തിന്റെ പേര് പൂർണ്ണമാകുന്നിടത്ത്
അയ്യേ, അപ്പോഴും തെറ്റിപ്പോയി. പൂർണ്ണമാകുന്നത് മിമ്മില, യോദിലല്ല. അബ്രാഹിം പറയുന്നു, പൂർണ്ണമാകുന്നിടത്ത് യോദും മിമ്മും കാണാം. കാരണം എന്താ? മറിയം ജനിപ്പിച്ചത് വെറും ഈശോയല്ല, ഈശോ ശീഹ യോദ് മിം, മർയം യോദ് മിമ്മിലാണ്. കഴിഞ്ഞില്ല. പ്രേമിന്റെ ആ സുഗന്ധപൂരിതമായ വ്യാഖ്യാനം അവിടെ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നു, ഈശോം ശീഹായെ പുറപ്പെടുവിച്ച മറിയത്തിലുമുണ്ട് ഈശോം ശീഹ യോദ് മിം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യാഹുവേ ആരംഭിക്കുന്നത് യോദില, പക്ഷെ ഞങ്ങൾ യാഹുവേ എന്ന് പൂർണ്ണമായിട്ട് പറയില്ല. ഞങ്ങൾ എന്താ പറയാന്നറിയോ? യാഹ് മറിയ. ഞങ്ങൾ യാഹ് മറിയ എന്നാ പറയാ. എന്ത് വാക്കുകളാണുള്ളത്? യാഹ് യോദ്, മറിയ മിം. And യാഹ് മറിയ ഈസ് ഈശോം ശീഹ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിനിഷ്ടം, നമ്മൾ വേദപുസ്തകത്തിൽ കേട്ടു, ദൈവത്തിനിഷ്ടം പ്രശാന്ത സുന്ദരമായ സ്ഥലമാവണം, ശാന്തമായിരിക്കണം, ദുർഗന്ധം അവിടെ ഏശുന്നില്ല, അവിടെ പ്രകാശപൂരിതമായിരിക്കും. മനുഷ്യനിഷ്ടം ഇതൊക്കെ തന്നെ. സുറിയാനി പിതാക്കന്മാർക്ക് ഇഷ്ടത്തോടിഷ്ടം. 3-ാം നൂറ്റാണ്ടിൽ അബ്രാഹിം പിതാവായാലും, 5-ാം നൂറ്റാണ്ടിൽ നർസയായാലും, 7-ാം നൂറ്റാണ്ടിൽ ഐസക് ഓഫ് നിനവയായാലും, 9-ാം നൂറ്റാണ്ടിൽ ഈശോദാദ ഓഫ് മെർവായാലും, 14-ാം നൂറ്റാണ്ടിൽ നമ്മളുടെ ഔദീശോ ബർബ്രീഹയായാലും, 16-ാം നൂറ്റാണ്ടിൽ വർദ്ധയായാലും, ഈ 3 ക്വാളിറ്റി ഇല്ലാതെ ഒരു വാക്കും അവർ ഉച്ചരിച്ചിട്ടില്ല. ഈ 3 കാര്യം പറഞ്ഞിരിക്കും എന്ത് പറഞ്ഞാൽ. എന്നിട്ടും എന്താ മനുഷ്യരായ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാത്തെ? എനിക്ക് അബ്രാഹിം പിതാവിനോട് പരാതി ഉണ്ടായിരുന്നു. എനിക്ക് എന്തുകൊണ്ടാ അബ്രാഹിം ഇങ്ങനെയാണ് മനുഷ്യരും ദൈവവും ഒക്കെ എങ്കിൽ എന്താ ഇങ്ങനെ ഹിംസ് ഓൺ ഫെയ്ത്ത് എടുത്ത് മുമ്പിലേക്ക് വന്നു? ഹിംസ് ഓൺ ഫെയ്ത്ത്, അതിൽ അബ്രാഹിം പിതാവ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ണുണ്ട്? കണ്ണ് 2 ഉണ്ട്. 2 കണ്ണുണ്ടെങ്കിൽ ഒരു കണ്ണ് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മറുകണ്ണ് മറ്റൊരു കാര്യം ചെയ്യാൻ പോകുമോ? ഇല്ല. 2 കാതുണ്ട്. 2 കാതുണ്ടെങ്കിൽ, 2 കാതല്ല, 2 കാലുണ്ട്. 2 കാതിനെ കുറിച്ച് അപ്പുറം പറയുന്നില്ല, തെറ്റി പറഞ്ഞതാ. 2 കാലുണ്ട്. 2 കാലുണ്ടെങ്കിൽ ഒരു കാൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മറ്റേ കാൽ മറ്റൊരു കാര്യം ചെയ്യാൻ പോകുമോ? ഇല്ല. 2 കൈയുണ്ട്. 2 കൈയുണ്ടെങ്കിൽ ഒരു കൈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേർ വിപരീതമായ മറ്റൊരു കാര്യം ചെയ്യാൻ കൈ പോകുമോ? ഇല്ല. ഹൃദയം ഒന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മറ്റേ കാര്യത്തിന് പോകും. ഇവിടെ നാം പ്രകാശത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന അതേ വേളയിൽ തന്നെ അന്ധകാരത്തിന്റെ പ്രവൃത്തിയിലേക്ക് മനസ്സ് തന്നെ പോകും. അതാണ് പ്രശ്നം. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ വിവേകത്തോടുകൂടെ, ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ മസ്തിഷ്കത്തിന്റെ ചിന്തകളെ വിവേകത്തോടെ കാക്കാൻ പഠിച്ചാൽ ഈ സുഗന്ധം നിന്റെ ഹൃദയത്തിൽ, ഈ വെളിച്ചം നിന്റെ ഹൃദയത്തിൽ, ഈ ശാന്തത നിന്റെ ഹൃദയത്തിന് വരും. അതിനെയാണ് പറയുന്നത് കശീറ എന്ന വാക്ക്. കശീറ. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു അപ്രേമിൻ്റെതെന്ന് പറഞ്ഞ് ഒരു 4 വരി പഠിച്ചിട്ടുണ്ട് എല്ലാവരും. അത് എവിടെ നിന്നാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. അതിങ്ങനെ അത് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണ്. ഐനത് റാഹേം യുൽപാന. യുൽപാന എന്ന് പറഞ്ഞാൽ പഠിക്കല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മനുഷ്യനും ദൈവവും തമ്മിൽ വലിയ ഒരു ഗ്യാപ്പ് ഉണ്ട്, പെഹത്ത ഓണ്ടോളജിക്കൽ കാസമുണ്ട്. അതുകൊണ്ട് വലിയ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തരുത്, ഉക്കാബ നടത്തരുത് എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേ അപ്രയം പറയുന്നുണ്ട് ഐനദ്റാഹേം യുൽപാന. പഠനം ആരാണോ ആഗ്രഹിക്കുന്നത്, നിഹുവി സഗ്ഗി യുൽപാനെ, അങ്ങനെയുള്ളവരുടെ അറിവും ജ്ഞാനവും വർദ്ധിച്ചു വരും. വൈനത് റാഹേം ബിത്ലാന, മടി ആഗ്രഹിച്ചു വരുന്നവർക്ക് ലാംസിയമ്മ കശീറ. കശീറ. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഡിലിജന്റ് ആയിരിക്കാൻ പറ്റില്ല, വിജിലന്റ് ആയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉത്സാഹവുമുള്ളവനായിരിക്കാൻ പറ്റില്ല എന്ന വാക്ക്. ഇന്ന് എൻ്റെ ഗുരുനാഥനായ പൂനമാക്കലച്ചൻ്റെ ധൈറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ ആയിരക്കണക്കിനുള്ള ശിഷ്യന്മാരിൽ ഒരുത്തനായി എളിയവന് ഇവിടെ നിന്ന് 2 വാക്ക് നിങ്ങളോട് പറയാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഈ ധൈറ
സുറിയാനിയുടെ ഒരു കേന്ദ്രമായി മാറി. കൂനമാക്കൽ അച്ഛൻ ഒരു സ്വപ്നമുണ്ടായിരുന്നു, പഠിപ്പിക്കുന്ന സമയത്ത് പങ്കുവയ്ക്കുന്നത് പോലെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം പോലെ ഒരുപാട് സുറിയാനിയെ സ്നേഹിക്കുന്നവരെ, മണിയാട്ടച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ തീയുള്ളവരെ പുറപ്പെടുവിക്കാൻ കഴിയട്ടെ. അവസരം തന്ന എല്ലാവർക്കും നന്ദി. കുറവുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അടുത്ത 10 മിനിറ്റ് ഞാൻ കൃത്യസമയത്ത് നിർത്തിയിട്ടുണ്ട്. അടുത്ത 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണമെന്ന് എന്നോട് സെബാസ്റ്റ്യൻ അച്ഛനും ജോബി അച്ഛനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അച്ഛനെ ഹാർദമായിട്ട് അനുമോദിക്കുകയാണ്. നമ്മളിലെല്ലാം അബ്രഹാം പിതാവിനെ കൂടുതൽ പഠിക്കാനുള്ള ഒരു ആവേശം അച്ഛനുണ്ടാക്കി. അച്ഛാ ഒത്തിരി നന്ദി. ഇനി ആർക്കെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ അവർ കൈയൊന്ന് ഉയർത്താവുന്നതാണ്. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. ജസ്റ്റിൻ അച്ഛനെ നമ്മൾ ചിലരെങ്കിലും കേട്ട് പരിചയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജസ്റ്റിൻ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം കൂടി ഇപ്പോൾ നൽകുകയാണ്. അച്ഛൻ്റെ വീട്ടുകാരെ, കുടുംബാംഗങ്ങളെ ഞങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടാനായിട്ട്. ഏറ്റവും കൂടുതലായിട്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അച്ഛൻ പറയുകയുണ്ടായി. അതിനും അപ്പുറത്തേക്ക് അച്ഛൻ സുറിയാനി ഭാഷയും സുറിയാനി ദൈവശാസ്ത്രവും പഠിക്കുവാനായിട്ട് നമ്മുടെ പൗരസ്ത്യ വിദ്യാപീഠത്തിലും നമ്മളോട് ചേർന്ന് നിന്ന് പഠിക്കുവാനായിട്ടുമാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അച്ഛൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛനോടൊപ്പമായിരുന്നപ്പോൾ പലതവണ അച്ഛൻ പറയുകയുണ്ടായി. അതുകൊണ്ട് അച്ഛൻ്റെ കുടുംബ കാര്യങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്കൊരു ഭാര്യ, 2 മക്കൾ. മൂത്ത ആൾ 2 പെൺകുട്ടികളാണ്. മൂത്ത ആൾ 10ലാണ്, രണ്ടാമത്തെ ആൾ 7ലാണ്. എൻ്റെ ഭാര്യ എൻ്റെ ഈ പഠനത്തിന് കട്ട സപ്പോർട്ടാണ്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. പിന്നെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ എത്തിപ്പെട്ടത് പോളിയച്ചൻ്റെ ഒരു ആകർഷണ യന്ത്രം മൂലമാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അത് പോളിയച്ചൻ്റെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റും കൂടിയായിരുന്നു അവിടെ എത്തുക എന്നുള്ളത്. അതൊക്കെ എനിക്കൊരു ഭാഗ്യമായിരുന്നു. കാരണം എവിടെയാണ് സുറിയാനി എന്ന് ഇന്ത്യയിൽ നിന്നെങ്കിലും നോക്കിയാൽ നോക്കേണ്ടത് അക്ഷരനഗരിയായ കോട്ടയത്ത് തന്നെയാണെന്നുള്ളത് ഇനി ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിവിടെ എത്തിപ്പെട്ടതുപോലെ ഞാൻ പലരോടും എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് പറഞ്ഞു. ഞാൻ പൗരസ്ത്യകൽതായ സുറിയാനി സഭയിലാണ്. ഇപ്പോൾ അവിടുത്തെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഓഗിൻ തിരുമേനിയാണ്. പുതിയൊരു മെത്രാപ്പോലിത്ത നമുക്ക് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇനിയും ഈ അക്ഷരനഗരിയിൽ വന്ന് സിറിയക്ക് അക്ഷരം പഠിക്കാൻ, കർത്താവിൻ്റെ ഭാഷ പഠിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. എൻ്റെ അപ്പനും അമ്മയും, എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, അനുജനുണ്ട്, അവർക്ക് മക്കളുണ്ട്. അപ്പൻ അമ്മയും. അമ്മ പറയും, നീ ഇതെന്തിനാ കൂനമാക്കൽ അച്ഛൻ പറഞ്ഞ പോലെ നിനക്ക് ഭ്രാന്താണോള, സ്വന്തം കയ്യിലെ കാശും മുടക്കി കോട്ടയത്തേക്ക് കൊറോണ കാലത്തൊക്കെ പോയി എടുക്കാൻ ക്ലാസ്സൊക്കെ സ്നേഹം കൊണ്ട് പറയുന്നതാ. എങ്കിലും ഞാൻ ഓരോ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ചിത്രമൊക്കെ അമ്മ കാണുമ്പോൾ ഫോൺ വിളിക്കും. മിക്കവാറും ഇന്ന് രാത്രി ഫോൺ വിളി ഉണ്ടാവും, എങ്ങനെയെങ്കിലും കണ്ടുണ്ടാവും. നീ അവിടെ പോയി. ഞാൻ പറയും, അമ്മേ സുറിയാനി പഠിച്ച് കർത്താവിൻ്റെ ഭാഷ പഠിച്ചത് കൊണ്ട് എത്തിയതാ എൻ്റെ ഗുരുനാഥന്മാരുടെ മുമ്പിലൊക്കെ എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ വളരെ സന്തോഷമായിട്ടിരിക്കും. എൻ്റെ നാട് തൃശ്ശൂർ ചിയ്യാരം എന്ന സ്ഥലത്താണ്. ചിയ്യാരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കുരീച്ചിറ. അവിടുത്തെ വികാരി അച്ഛനാണ് ഞാൻ. ഈ കഴിഞ്ഞ മെയ്യിലാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത്. ഡോക്ടറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തിരുമേനിയുടെ പച്ചക്കൊടി കിട്ടിയാൽ ഞാൻ ഇവിടേക്ക് തന്നെ വടവാതൂര് തന്നെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതല്ല, ഇനി എനിക്ക് എൻ്റെ സീരിയലും ചെയ്യാൻ സാഹചര്യമുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ റെക്കഗ്നൈസ്ഡ് ആവുമെന്ന് ഉപദേശിക്കുന്നവരുമുണ്ട്. തിരുമേനി എന്ത് പറയുന്നോ അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പ്രയാണം. ഇനി എന്തെങ്കിലും? മണിയേട്ടച്ചൻ പറഞ്ഞ വശീകരണ യന്ത്രം പറഞ്ഞു. അതുപോലെ ഞങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് കർദായസഭയ്ക്ക് മാറാൻ തന്നെ വരാം. പിതാക്കന്മാരുടെ ചർച്ച ഞങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത് എന്താ? പിതാക്കന്മാർ എന്ത് പറഞ്ഞു അതുപോലെ ചെയ്യാം. പിതാക്കന്മാർ പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തും. പിതാക്കന്മാർ വേണ്ട പറഞ്ഞാൽ ഞങ്ങളിവിടെ അവിടെ വേറെ ഒരു സഭയായിട്ടിരിക്കും. അത്രയേ ഉള്ളൂ ഇതിലൊക്കെ. കാരണം ഞങ്ങളുടെ അവിടെ പഠിച്ച ഭൂരിഭാഗം അച്ഛന്മാർ, ഇപ്പോൾ റോമിൽ പഠിച്ച അച്ഛന്മാരുണ്ട് ഞങ്ങളുടെ അവിടെ. ഞങ്ങളുടെ പിതാവിൻ്റെ സുഹൃത്ത് ആണ് നമ്മുടെ ഉൾപ്പിലച്ഛൻ, അതായത് പാട്രിയാർക്കിൻ്റെ സുഹൃത്താണ്. ഒരുമിച്ച് പഠിച്ചവരവരൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം പിതാക്കന്മാർ കൂടിയാലോചിച്ചുണ്ടായാൽ ശരി, പിതാക്കന്മാരുടെ പിന്നാലെ ഞങ്ങളും എത്തൂടെ.